ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് ശ്യാം പുഷ്കരൻ തിരക്കഥ എഴുതിയ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററിലെത്തി. ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ ചിത്രത്തെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങി. കണ്ട പ്രേക്ഷകർ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത് വൺ ടൈം വാച്ചബിൾ, ജസ്റ്റ് കണ്ടിരിക്കാം. ചില ഇടങ്ങളിൽ ചില സിനിമയ്ക്ക് പോരാ എന്നുള്ള നെഗറ്റീവ് റിപ്പോർട്ടും കാണാൻ സാധിച്ചു. സിനിമയെ കൂടുതൽ എൻഗേജിങ് ആക്കി നിർത്തിയത് ഫസ്റ്റ് ഹാഫാണ്. ആ ഒരു ലെവൽ സെക്കൻഡ് ഹാഫും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ റിപ്പോർട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കാമായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് പ്രേക്ഷകൻ്റെ ആ ഒരു പൾസിന് അനുസരിച്ച് ഉയരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ചിലയിടങ്ങളിൽ ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാലും വൺ ടൈം വാച്ചബിൾ മൂവി എന്നുള്ള ഒരു പൊതുവെയുള്ള റിപ്പോർട്ടാണ് റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് റിലീസായിട്ട് മലയാളത്തിൽ നിന്നും 4 സിനിമകളാണ് തിയേറ്ററിൽ എത്താനിരിക്കുന്നത്. ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നത് നമ്മുടെ ആഷിഖ് കപൂറിൻ്റെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റിപ്പോർട്ടാണ്. ഇനി നാളെ മാർക്കോയും ഇഡിയും വരുന്നുണ്ട്. 25-ാം തീയതി ബറോസ് വരുന്നുണ്ട്. റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ആഷിഖ് കപൂർ മൂവി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.